രാധേശ്യാം രാധേശ്യാം. സപ്താഹം നമ്മുടെ മുല്ലോർലി തേവരുടെ മുമ്പിലെ സപ്താഹം എന്ന് പറയുന്നത് 2ാമത്തെ വർഷമാണ്. നമ്മൾ നാമം ജപിക്കാൻ ഇവിടെ വന്നിരിക്കണ്ടല്ലേ. എന്തിനാ നാമം ജപിക്കണേന്ന് ആർക്കെങ്കിലും അറിയോ? എന്തിനാ നമ്മൾ നാമം ജപിക്കണത്? ആർക്കറിയാം? എന്തിനാ നാമം ജപിക്കണത്? ഭഗവാനിലേക്ക്. അത് നല്ലൊരു ഉത്തരമാണ്. ഇനി വേറെ ഏതെങ്കിലും ഉത്തരം ആർക്കെങ്കിലും ഉണ്ടോ? അതും നല്ലൊരു ഉത്തരമാണ്. ധാരാളം സ്ഥലത്ത് ഇതുപോലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നാമം ജപിക്കണേന്ന്. അപ്പോൾ അധികം ആൾക്കാർ പറയുക പുണ്യം കിട്ടാനാണ് എന്നാണ് പറയാറ്. പുണ്യം നേടാൻ എന്നൊരു ഉത്തരം പറയും. പക്ഷേ വ്യത്യസ്തമായ ഉത്തരം കിട്ടിയത് തന്നെ ഭഗവാന്റെ കാരുണ്യം. ഈ 2 ഉത്തരം. കാരണം പുണ്യം നേടാനല്ല നാമം ജപിക്കുന്നത്. പുണ്യമുള്ളത് കൊണ്ടാണ് നാമം ജപിക്കാൻ നമുക്ക് സാധിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നേടിയ പൂർവജന്മകൃതമായിട്ടുള്ള ആ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഭഗവാന്റെ ഏത് ഭഗവാനായിക്കോട്ടെ ആ ക്ഷേത്ര സന്നിധിയിലിരുന്ന് നാമം ജപിക്കാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ നാമം ജപിക്കാൻ നമ്മളത് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പുണ്യം കൊണ്ടാണ്. ആ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കാൻ എന്നുള്ളത് സത്യം. അതുകൊണ്ടൊരു ഉത്തരം. കാരണം ഭഗവാനിലേക്ക് അടുക്കാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഭഗവാനിൽ നിന്ന് അകന്നിട്ടാണോ? അല്ല. നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത് ആരാ? ഭഗവാനാണ്. എല്ലാവരിലും അടുത്തിരിക്കുന്നത് ഭഗവാനാണ്. ഹൃദയകുഹര മധ്യത്തിൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും അറിഞ്ഞുകൊണ്ട്, ഓരോ ചലനങ്ങളെയും നേരിട്ടിട്ടതാ കണ്ടുകൊണ്ട്, നമ്മുടെ ഓരോ മനസ്സിൻ്റെ നേരിയ ചലനം പോലും ആദ്യം അറിയണത് ആരാ? ഭഗവാനാ. ഭഗവാൻ അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കില്ല എന്ന് പറയണില്ലേ? അതാണ്. അപ്പോൾ പറയും പ്രപഞ്ചത്തിൽ ഒരു ഇലനങ്ങിയാൽ പോലെ ഈശ്വരൻ അറിയുന്നു. അതുപോലെ നമ്മുടെ ഓരോ ചിന്തകൾ പോലും ഭഗവാനാണ് ആദ്യം അറിയുക, നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ. അതുകൊണ്ട് തന്നെ ഭഗവാനിൽ നിന്ന് നമുക്ക് ഒന്നും ഒളിക്കാനും പറ്റില്ല. അപ്പോൾ ആ ഈശ്വരനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ്റെ ആ വൈഭവം നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഈശ്വരനിലേക്ക് അടുക്കണത്. അപ്പം നമ്മൾ ഓരോന്നും അതെ ഈശ്വരനിലേക്ക് അടുക്കണ ഓരോന്നും. കഴിഞ്ഞ ദിവസം എന്നോടൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് നാമം ജപിച്ചിട്ട് അപ്പോൾ നാമജലം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ലേന്ന്. നാമജപം കൊണ്ട് എന്ത് നേടാനാ? നഷ്ടപ്പെട്ടതൊന്നുമില്ല ഇവിടെ. ഒക്കെ നേട്ടങ്ങൾ തന്നെയുള്ളൂ. ഒന്നുമില്ല നഷ്ടങ്ങൾ. എല്ലാം നേട്ടമാണ്. നമ്മൾ പുറമേക്ക് കാണുന്ന നേട്ടങ്ങളൊന്നും നേട്ടങ്ങളല്ല. അങ്ങനെ നേടിയതൊക്കെ എപ്പോൾ വേണമെങ്കിലും നശിക്കാത്ത ഏതെങ്കിലും ഒന്നിനെ നമ്മൾ നേടിയിട്ടുണ്ടോ? എന്താണ് നശിക്കാത്തതായിട്ടൊരു കാര്യം നേടിയത്? ധനം നശിക്കില്ലേ? ബന്ധങ്ങൾ നശിക്കില്ലേ? എത്രയായാലും അല്ലേ. ജനിക്കുക വേണമെങ്കിൽ നമുക്ക് എപ്പോഴാന്നൊക്കെ പറയാൻ പറ്റും. മരിക്കുക എപ്പോഴാന്ന് ആർക്കും പറയാൻ പറ്റില്ല. മരിക്കുക എപ്പോഴാന്ന്. അതിന് ആകെ കൂടി പരീക്ഷിത് മഹാരാജാവിനെ പോലെയുള്ള മഹാത്മാക്കൾക്കേ ഉള്ളൂ. കാരണം ഒരു ശാപം കിട്ടി 7 ദിവസം തക്ഷകൻ കടിച്ച് മരിക്കുന്നു. ആ 7 ദിവസം ഉണ്ട് എന്നുള്ളൊരു അറിവ് കിട്ടിയ അദ്ദേഹത്തിനെ പോലെയുള്ള മഹാത്മാവിന് മാത്രമേ ഉള്ളൂ. നമുക്കറിയോ നമ്മളുടെ ഉള്ളിലും 7 ദിവസം തന്നെയുള്ളൂ. കാരണം ഒരാഴ്ച 7 ദിവസം. ആ ഒരാഴ്ചയുടെ ഉള്ളിൽ എന്ന് വേണമെങ്കിലും നമുക്ക് മരിക്കാം. അത് നമുക്ക് ആയുസ്സില്ല. അപ്പോൾ 90ഉം 95ഉം വയസ്സായിട്ട് ഉള്ളവരുണ്ടാവും, ചെറുപ്പത്തിലുള്ളവരുണ്ടാവും. അത്രയും പ്രായമായിട്ട് ആരോഗ്യത്തോടു കൂടി നടക്കണവരുണ്ടാവും. 2, 3, 4 വയസ്സായിട്ട് ആരോഗ്യമില്ലാണ്ട് പല രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളെ കൊണ്ടിരിക്കണവരുണ്ടാവും. വയസ്സായി ദുരിതം അനുഭവിച്ചിരിക്കണവരുണ്ടാവും. പക്ഷേ ചെറുപ്പത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നടന്നു പോയ ആൾ 10 അടി വയ്ക്കുമ്പോൾ കുഴഞ്ഞ് വീണ് മരിച്ചു. നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നോടൊരു ദുഃഖം പറഞ്ഞു. അവരുടെ മകൻ ആ കുട്ടിയുടെ പിറന്നാളിൻ്റെ അന്ന് ഒരു ക്ഷേത്രത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയുടെ പേരിലെ പൂജ അമ്പലത്തിൻ്റെ നടയിൽ ആ പൂജ ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. 22 വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ മകന്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് നോക്കുക. എന്താ മരണം വരിക? നമുക്ക് ശാശ്വതം അറിയില്ല. നാളെ ആവാം, മറ്റന്നാളാവാം എന്ന് എന്തിനെ നീട്ടി വെച്ചിട്ട് നാളെ മറ്റന്നാളും നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ഈ ഒരു നിമിഷം മാത്രമേ നമ്മുടെ മുമ്പിൽ സത്യമുള്ളൂ. ആ ഒരു നിമിഷം ആ ഈശ്വരനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ നാമജപം. ഇവിടെ ഇരിക്കണ എല്ലാവർക്കും മനസ്സുകൊണ്ട് എല്ലാവർക്കും അറിയാം നാമജപം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ വ്യത്യാസം.
നമ്മളെപ്പോഴും നാമം ജപിക്കുമ്പോഴും ഓരോരോ കഥകൾ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇവർ കേട്ടെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ വീട്ടിലുള്ള എൻ്റെ മക്കൾ കേട്ടെങ്കിൽ എത്ര നന്നായിരുന്നു, എൻ്റെ ഭർത്താവ് കേട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അമ്മമാർ, ചില അമ്മമാരും ഉണ്ട് പ്രായമായാലും ടി വിയുടെ ഉള്ളിൽ ഇരുന്ന് അങ്ങനെ. അപ്പോൾ അവരൊക്കെ ഇതെന്താ കേൾക്കാത്തത്, അത് കേൾക്കണ നേരം ഇത് കേട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കും. അവർക്ക് അത് കേട്ട് അവർക്കൊരു മാറ്റം വരേണ്ട അത്രയ്ക്കും ഒരു പുണ്യം, നമ്മൾ പറയണ പോലെ ഏതെങ്കിലും നിലയ്ക്കൊരു പുണ്യം. അപ്പം അവർക്ക് എങ്ങനെ പുണ്യം ചെയ്യാൻ ഭഗവാന് ഈശ്വരപൂജയില്ല, നാമജപില്ല, പിന്നെ എങ്ങനെ പുണ്യം ലഭിക്കും എന്ന് ചോദിച്ചാൽ അതിനൊക്കെ ഉത്തരം നമ്മളെ പോലെയുള്ളവർ നാമം ജപിക്കണു, നാമം ജപിക്കണു, സത്സംഗത്തിലിരിക്കണു എന്ന് വെച്ചാൽ ഈശ്വരൻ നമ്മളെ അതിന് നിയോഗിച്ചതാണ്. അതുകൊണ്ടാണ് നാമം ജപിക്കണം എന്ന് എപ്പോഴും പറയണത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേശ്ശെ പുണ്യങ്ങൾ അവൾക്ക്. അങ്ങനെ നാമം ജപിക്കുന്ന ഒരാളുടെ ഗൃഹത്തിൽ ആ ഗൃഹത്തിൽ ജനിക്കാൻ അങ്ങനെ വിചാരിച്ചാൽ മതി. ചിലപ്പോൾ അവർ മകനായിട്ടായിരിക്കാം ജനിക്കണേ, സഹോദരനായിട്ടായിരിക്കാം, കൊച്ചുമക്കളായിട്ടായിരിക്കാം. ഇനി ഒരു വധുവിനെ വിവാഹം കഴിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും മതി. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ആ ഭഗവാനോട് ബന്ധപ്പെടുത്തിയിട്ട്, ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് അതാണ്, അവർക്ക് പുണ്യം ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ നേടുന്ന പുണ്യങ്ങളെ കൊണ്ടാണ് നമുക്ക് ആ നാമം ജപിക്കണം എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടാവണത്. ആ ഇഷ്ടത്തിലൂടെയാണ് നമ്മൾ നാമം ജപിക്കണത്. ആ നാമം ജപിച്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനെ പറ്റി കൂടുതൽ അറിയണം എന്നുള്ള കൊതി തോന്നുക. ആ കൊതി എപ്പോഴെങ്കിലും ഒരാളുടെ മനസ്സിൽ തീവ്രമായിട്ട് തോന്നി. ഇപ്പം നമ്മളുടെ ഈ മുല്ലോർലി തേവരുടെ മുമ്പിലിരുന്ന് നാമം ജപിക്കുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ സപ്താഹം നടക്കുന്നുണ്ട്. അവിടെയൊന്നും പോകാൻ വയ്യ. നമ്മുടെ അമ്പലത്തിൽ ഒരു സപ്താഹം നടന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ തീവ്രമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവും. അത് ഭഗവാൻ, ആ ചിന്ത ഭഗവാൻ ഇവിടെ സത്യമാക്കി തീർക്കുകയാണ്. കാരണം ആ ചിന്ത വെറുതെ ചിന്തിച്ച മാത്രമല്ല പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് ഒരുപാട് നാമം ജപിച്ചു. ഒരാൾ തന്നെയായിട്ടല്ല നാമം ജപിച്ചത്, ധാരാളം പേര് ഒരുമിച്ച് നാമം ജപിച്ചു. അപ്പോൾ ആ നാമം ജപിച്ചപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം പ്രകടമാവുകയാണ് ചെയ്യണത്. ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ ഭാഗവതത്തിലൂടെ ഇവിടെ പ്രകടമാവണു ഭഗവാൻ. അങ്ങനെ പ്രകടമായപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ കഥകൾ കേൾക്കാൻ കൊതി തോന്നി. ഒരു തവണ കേൾക്കുമ്പോൾ വീണ്ടും കേൾക്കണം എന്ന് കൊതി തോന്നുകയാണ്. നമ്മളുടെയൊക്കെ ആ ഇച്ഛാശക്തി കൊണ്ടാണ് നമുക്കിതൊക്കെ അനുഭവമാവണത്. അല്ലാണ്ട് ഭഗവാൻ ഇവിടെ ഒന്നും തരാനില്ല. കഴിഞ്ഞ തവണ പറഞ്ഞു ഭഗവാൻ ഒന്നും നേടാനായിട്ടില്ല. കാരണം എന്താ നേടാനുള്ളത്? നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ സൃഷ്ടിച്ചു. ഒരു മനുഷ്യനെ തന്നെ നോക്കൂ, എല്ലാ വിധത്തിലുള്ള അംഗവൈകല്യങ്ങളൊന്നും കൂടാണ്ട് ബുദ്ധിക്ക് ബുദ്ധി, സൗന്ദര്യത്തിന് സൗന്ദര്യം, ധനത്തിന് ധനം എല്ലാം നൽകിയിട്ടൊരു സൃഷ്ടി ഇവിടെ ഉണ്ടായി ഭഗവാന്റെ. അത് പൂർവ്വജന്മാർജിതമായ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ടാണ്, അതവിടെ നിൽക്കട്ടെ. എങ്കിലും ആ ഒരു ജീവൻ ഈ തനിക്ക് ഭഗവാൻ നൽകിയ ഈ ഒരു അവസരത്തിനെ വിനിയോഗിക്കാണ്ട് അലസമായി ജീവിച്ച് തൻ്റെ കർമ്മങ്ങളൊന്നും ചെയ്യാതെ കണ്ട് മദ്യത്തിലും മറ്റുള്ളതിലൊക്കെ രമിച്ച് ആ ജന്മം പാഴാക്കി കളയുകയാണ് ചെയ്യണത്. അത് ആരുടെ കുറ്റം? ഭഗവാന്റെ കുറ്റമാണോ? അല്ല. ചോറ് വച്ച് അച്ഛനമ്മമാർ, അച്ഛൻ പോയി അധ്വാനിച്ച് ആഹാരത്തിനുള്ളത് കൊണ്ടുവരണു, അമ്മ അത് വേണ്ടതുപോലെ വേവിച്ച് ആയിട്ട് പാത്രത്തിലാക്കി മുമ്പിൽ കൊണ്ടുവന്ന് വച്ച് കുട്ടികളോട് പറഞ്ഞ് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർ കഴിക്കാത്തത് ആരുടെ കുറ്റമാണ്? അത് സ്വാദില്ല എന്ന് പറഞ്ഞ് തട്ടിയറിയേണ്ടത് ആരുടെ കുറ്റമാണ്? അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ല കുറ്റം. ആ കുഞ്ഞിനതെടുത്ത് കഴിക്കാൻ വയ്യ. അതെടുത്ത് കഴിക്കാൻ അതുപോലും ചെയ്യാതെ കണ്ട് പിന്നെ അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനെയും അമ്മയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് നമ്മൾ ഈശ്വരനെ കുറ്റം പറയണത്. എല്ലാം തന്നിട്ടുണ്ട്. അത് ഭഗവാൻ നമുക്ക് ഓരോ കാഴ്ചകളും നമുക്ക് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞില്ല, അവർ കേൾക്കട്ടെ ഇവർ കേൾക്കട്ടെ എന്നല്ല. അവർക്ക് കേൾക്കേണ്ട സമയമാകുമ്പോൾ അവരെ ഭഗവാൻ കേൾപ്പിക്കും. ഇപ്പം നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരണം, നമ്മളുടെ ചിന്താഗതിക്ക് മാറ്റങ്ങൾ വരണം, നമ്മളുടെ പ്രവൃത്തിക്ക് മാറ്റങ്ങൾ വരണം. അപ്പോൾ സ്വയം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഭഗവാനോട് കൂടുതൽ അടുക്കുക. അതിനു വേണ്ടി തന്നെയാണ് നാമജപം. അപ്പോഴാണ് ഭഗവാനെ കൂടുതൽ അറിയുക. ആ ഇഷ്ടത്തോടു കൂടിയിട്ട്. ആദ്യമൊക്കെ നമുക്ക് എന്താ ഉണ്ടായ? ഭഗവാനോടൊരു പേടിയായിരുന്നു അല്ലേ? എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കോപിക്കുകയോ
ഭഗവാൻ നമ്മളെ എന്ന് വെച്ചാൽ പലരും പറയണ്ട അവൻ അങ്ങനെ ചെയ്താൽ അതിനുള്ളത് ഈശ്വരൻ കൊടുത്തോളും. ഈശ്വരൻ അങ്ങനെ തെറ്റ് ചെയ്യണതിനെ കൊടുക്കാനും മേടിക്കാനും ഇരിക്കുന്ന ആളൊന്നുമല്ല. ഈ സൂര്യനിവിടെ ഉദിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ പ്രകാശം വരണത്. അല്ലാണ്ട് ഒരാൾക്ക് ഇത്തിരി കൂടുതൽ ഒരാൾ ഇത്തിരി കുറവ് അങ്ങനെയില്ല. അത് ഭഗവാൻ എല്ലാവർക്കും എല്ലാം ഒരുപോലെയാണ് കൊടുക്കണത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ കണ്ണില്ലാത്തവർ, കയ്യില്ലാത്തവർ, കാലില്ലാത്തവർ, അരയ്ക്കെന്ന് കീഴ്പ്പെട്ട് തളർന്നവർ, അങ്ങനെ അംഗവൈകല്യങ്ങൾ ബാധിച്ച ഒരുപാട് ജീവന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എല്ലാ സൗഭാഗ്യങ്ങളും, ധനം ഉണ്ടാവില്ല അവർക്ക്, എന്നിട്ട് പോലും അവർ ആ തനിക്ക് എത്രയാണോ കിട്ടിയേക്കണേ ആ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളെ ഉപയോഗിച്ചിട്ട് അത് പൊരുതി നേടി വലിയ വലിയ സ്ഥാനങ്ങളിലിരുന്ന് നല്ല നല്ല ഉദ്യോഗങ്ങൾ ഭരിച്ച് ഇരിക്കണു. നമ്മുടെ എല്ലാം തന്ന്, ബുദ്ധിയും തന്ന്, സൗകര്യങ്ങളും തന്ന്, ആഹാരം തന്ന് ഇരിക്കണു. നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈലും നോക്കി ഒരു മുറിയുടെ ഉള്ളിൽ അടച്ചിരുന്ന് ജീവിതം വെറുതെ കളയണം. അച്ഛനമ്മമാർക്ക് അധ്വാനിച്ച് കൊണ്ടുവന്ന് കൊടുക്കേണ്ട കാലത്ത് അച്ഛനമ്മമാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവരുടെ കാലം കഴിഞ്ഞാൽ എന്താവും ആ കുട്ടികൾ ചിന്തിക്കണില്ല. അപ്പം അവരെ അതിൽ നിന്ന് മാറ്റേണ്ട കടമാർക്ക് അച്ഛനമ്മമാർക്കാണ് അല്ലേ? അപ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ചീത്ത പറയേണ്ടി വരും, അടിക്കേണ്ടി വരും. അത് ദ്രോഹം കൊണ്ടോ കോപം കൊണ്ടോ ഒന്നുമല്ല, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രാരാബ്ധങ്ങളും രോഗങ്ങളൊക്കെ വന്നു ചേരണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനാണ് ഈശ്വര എനിക്കിത് വന്നു ചേർന്നത്? എൻ്റെ കർമ്മപ്രാരാബ്ധങ്ങളാണ്. അപ്പോൾ കർമ്മപ്രാരാബ്ധങ്ങളെ കൊണ്ട് എനിക്കിത് അനുഭവിച്ചു വെച്ചാൽ ഇപ്പോഴും എൻ്റെ കർമ്മം ശരിയായില്ലെങ്കിൽ ഇനിയും ഇത് തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കണ്ടേ? അപ്പോൾ എവിടെയാണ് എനിക്കിത്? അവനവനെ ചിന്തിക്കാനാണ്. അത് നമുക്ക് അറിയണില്ല. അപ്പം നമ്മളിതാ ഇതുപോലെയുള്ള കഥകളിൽ, സത്സംഗങ്ങളിൽ, ഭാഗവത് സപ്താഹങ്ങളിലൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നമുക്കതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ സപ്താഹ വേദികളിൽ ഒരു സപ്താഹം നടത്തണമെങ്കിൽ ധാരാളം ചിലവുണ്ട്. കാരണം എല്ലാം ഈശ്വരന് സമർപ്പിച്ച് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്, മനുഷ്യരാണ്. നമുക്ക് ദാഹമുണ്ട്, വിശപ്പുണ്ട്, നമ്മുടെ ഗൃഹങ്ങളുണ്ട്, കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ആചാര്യന്മാരവിടെ വരണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആചാര്യദക്ഷിണയായിട്ട് അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ചിലവുകളുണ്ട്. ഇത്ര ദിവസത്തെ ഇവിടെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾക്ക് ചിലവുണ്ട്, എണ്ണയ്ക്ക് ചിലവുണ്ട്, അധ്വാനത്തിന് ചിലവുണ്ട്, ഭക്ഷണത്തിന് ചിലവുണ്ട്, ഇതൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മളെല്ലാവരും കൂടി, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒക്ടോബർ 2 ഗാന്ധി ജയന്തിക്ക് അല്ലേ പങ്കെടുത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അവിടെ കഴിച്ചവരില്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഒരാളൊരു അരി കൊണ്ടുവരും, ഒരാളെന്താ ചെയ്യുക? ഒരാൾ പച്ചക്കറി കൊണ്ടുവരും. അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് നമ്മളെല്ലാവരും കൂടി വച്ചുണ്ടാക്കി കഴിക്കും. എന്തൊരു സ്വാദായിരുന്നു അതിനല്ലേ! എന്തൊരു സ്നേഹമായിരുന്നു നമുക്ക് പരസ്പരം പങ്കുവെച്ച് കഴിക്കാൻ. അതുപോലെ തന്നെയാണ് ഇത്. നമ്മളുടെ ഈ ഭഗവാൻ, നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ഇത് നമ്മുടെ തറവാടാണ്. നമ്മൾ നമ്മുടെ തറവാട്ടിലൊരു വിശേഷത്തിന് വരികയാണ്. അങ്ങനെയാണ് കരുതണ്ടേ. ആ തറവാട്ടിലെ വിശേഷത്തിന് വരുമ്പോൾ ഓരോരുത്തരും അവരവർക്ക് കഴിയുന്നത്, എല്ലാവർക്കും എല്ലാം കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കല്യാണത്തിന് വരുന്നു, ചിലവർ സ്വർണം കൊടുക്കും, അവർക്ക് അതിനുള്ള കഴിവുള്ളതുകൊണ്ട്. ചിലവർക്കില്ല. അവിടെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടാക്കണ ആളൊക്കെ പച്ചക്കറി കൊണ്ടു കൊടുക്കുക. എൻ്റെ വീട്ടിലൊരു പശുവുണ്ട്, ധാരാളം പാലുണ്ട്. ഇന്നത്തെ പാല് കുറച്ച് ദിവസത്തെ പാല് ഞാൻ വെക്കണില്ല, നിങ്ങൾക്ക് തരാം. നമ്മളുടെ കയ്യിലുള്ളത് അതേ ഉള്ളൂ. അപ്പം അത് കൊടുക്കുക. അതുകൊണ്ട് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുക്കുക. അതുപോലെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുമ്പോൾ അത് ഭഗവാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ അവിടെ സ്കൂളിൽ വെച്ചിട്ട് ആ ചോറ് വെച്ച് ഉണ്ണുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടായുള്ളൂ. അതല്ല, വേറെ പലർക്കും എത്തും. ഏത് ഭാവത്തിൽ, ഏത് രൂപത്തിലാണ് ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വരിക എന്നറിയില്ല. ഓരോ സപ്താഹ വേദികളിലും ഭഗവാൻ വരും. അത് ഏത് രൂപത്തിലാണ്, ഏത് ഭാവത്തിലാണ്, ആരുടെ അടുത്തൊക്കെയാണെന്നറിയില്ല. നമ്മൾ വിചാരിക്കില്ലേ നമ്മുടെ ഓരോ കർമ്മങ്ങൾക്ക് നേരിയൊരു പഴവ് സംഭവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥതയുണ്ടോ ആത്മാർത്ഥതയില്ല എന്നുള്ളതൊക്കെ ഭഗവാൻ അറിയാം. ചിലപ്പോൾ സപ്താഹവേദികളിൽ നമ്മൾ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിടത്തുനിന്ന് എണീക്കാണ്ട് നാമജപവും ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ
നമ്മളെയൊക്കെ അതുപോലെ ഇരുത്താൻ സഹായിക്കുന്ന ഒരുപാട് പേര് പിന്നണിയിൽ ആ രാവിലെ എണീറ്റ് വന്ന് ആഹാരം ഒക്കെ ചെയ്ത്, അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടു കൂടി ചെയ്യണം. അയ്യോ ഇവർക്കൊക്കെ കൊടുക്കണം, ഭഗവാനെ ഉള്ളത് നന്നാക്കി ചെയ്യാൻ സാധിക്കണേ, ഭഗവാനെ അവിടുത്തെ പൂജയായിട്ട് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ഒരു ചായയുടെ വെള്ളം വെച്ചാൽ ചിലപ്പോൾ അവരുടെ അടുത്തേക്കോ ഭഗവാൻ ഓടിച്ചെല്ലുക. കാരണം നമ്മളുടെ വാക്കും പ്രവൃത്തിയും പരിശുദ്ധമായാൽ അവിടെ ഈശ്വരൻ പ്രത്യക്ഷമായി. അപ്പോൾ വിശക്കുന്നവരുടെ അടുത്തേക്ക് ഇതൊക്കെയാണ്. അപ്പം നമ്മൾ ഓരോന്നും ഇവിടെ ആ ഒരു ദിവസത്തെ ഇവിടെ പല വിധത്തിലുണ്ട്. ആദ്യത്തെ ദിവസമൊക്കെ പറഞ്ഞു കലവറ നിറയ്ക്കലെന്ന് പറഞ്ഞിട്ട് 1-ാം തീയതിയുടെ വിഷുവിൻ്റെ അന്നാണോ തലേ ദിവസമാണോ അതേതാ ദിവസം നിശ്ചയിക്കേണ്ടതെന്ന് തോന്നുന്നു. വിഷുവിൻ്റെ അന്നാകുമ്പോൾ എല്ലാവർക്കും അന്ന് വരാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തലേ ദിവസം കലവറ നിറയ്ക്കൽ എന്നുള്ളൊരു ഇത് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മൾ പച്ചക്കറിയോ അല്ലെങ്കിൽ പലചരക്കോ, നമുക്ക് ഇപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ല എന്നുവെച്ചാൽ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് 10 രൂപയുള്ളൂ എന്ന് വെച്ചാൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പച്ചക്കറി ഉണ്ടാവുമല്ലോ, അത് മതി. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ നിന്ന് ഇവിടെ എല്ലാവരും അവരവരുടെ കയ്യിൽ വെച്ചിട്ട് ഇവിടെ നാമജപത്തോട് കൂടിയിട്ട് ഇവിടെ കലവറ സമർപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അതിന് പറ്റണതൊക്കെ അവർ സമർപ്പിക്കുക. ധനം കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നവരങ്ങനെ ചെയ്യുക. പിന്നെ ഒരു ദിവസത്തെ സപ്താഹത്തിൻ്റെ 7 ദിവസം ഇവിടെ ഉണ്ട്. ആദ്യത്തെ മാഹാത്മ്യമാണ് അത് കഴിഞ്ഞിട്ടുള്ള 7 ദിവസം ഇവിടെ ഓരോ ദിവസവും സപ്താഹത്തിന് അവിടെ ഓരോ ദിവസവും സമർപ്പിക്കുക. ഒരു ദിവസത്തെ സപ്താഹത്തിൻ്റെ പൂജയ്ക്ക് സമർപ്പിക്കാം, ഒരു ദിവസം ആചാര്യ ദക്ഷിണ എന്ന് പറഞ്ഞ് സമർപ്പിക്കാം. ഇങ്ങനെയൊക്കെ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആ സമർപ്പണം അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഈശ്വര എൻ്റെ വീട്ടിലുള്ളവർക്ക് സുഖമാവണേ, എൻ്റെ മക്കൾക്ക് സുഖമാവണേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാന് സമർപ്പിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളൊരു അതിഥി വരുമ്പോൾ അയാൾ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക്? അല്ല, നമ്മുടെ സ്നേഹം അത് പകർന്നു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി അവരെ കാത്തിരിക്കും. എന്നിട്ട് ഒന്നും വരാത്ത അവർ കൈ വീശി വന്നു, ഇവരെന്താൾക്കാരാന്ന് നമ്മൾ പറയും. ഇല്ല, അവരുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല. നമുക്ക് ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവരെങ്ങനെയെങ്കിലും വന്നാൽ മതി, ആരും ഒന്നും തരണ്ട, നമ്മൾ പറയും ഒന്നും വേണ്ട, ഒന്ന് വന്നാൽ മതി. അതുപോലെ വരണവരും വിചാരിക്കും ഒന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി എന്ന്. അങ്ങനെ പരസ്പരം ഒന്നും ആഗ്രഹിക്കാണ്ടുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ, അതുപോലെ ആവണം ഭഗവാനോട്. ഇതൊക്കെ സമർപ്പിക്കുമ്പോൾ എനിക്ക് പറ്റിയ ഇതേ ഉള്ളൂ ഭഗവാനെ സമർപ്പിക്കാൻ, സന്തോഷിക്കണേ. അല്പമെങ്കിലും ഭഗവാനെ ഈ സമർപ്പണത്തിൽ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കുമായിട്ട് അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ച് നല്ലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കാം. അങ്ങനെ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് ഇത് ഭഗവാന്റെ നമ്മുടെ തറവാടാണ്. നമ്മൾ ആ തറവാട്ടിലേക്ക് വരുമ്പോൾ ഓരോ ദിവസവും ആ ഭഗവാൻ നമ്മളോട് കൂടി ഇരിക്കുകയാണ് അല്ലേ. നമ്മളിൽ ഒരാളായിട്ട് വന്നിരുന്ന് നമ്മളോട് കൂടി ഇരുന്ന് ഭഗവാൻ നമ്മുടെ അടുത്ത് ഓരോരുത്തരുടെയും കൂടെ ഇരിക്കുന്നു. അങ്ങനെ അടുത്ത് കിട്ടുന്ന സന്ദർഭം അല്ലേ. ഇപ്പോൾ വലിയ ഉദ്യോഗസ്ഥനാണ്, എവിടെയെങ്കിലുമൊക്കെ ഉദ്യോഗം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോൾ പറയും എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കൂടാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം. അത്രയും നേരം കൂടെ ഇരിക്കാമല്ലോ. എന്തിനാ പറയണത്, ഒരു വർഷം ജോലിക്ക് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് മക്കൾ തിരിച്ചു വന്ന അച്ഛനമ്മമാർക്ക് എന്തൊരു സന്തോഷമാണ്. അവരൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇത്തിരി നേരം കൂടെ ഇരുന്നിട്ട് എന്തിനാ ഒന്നിനുമല്ല ഒരു സന്തോഷം. അതുപോലെ ഭഗവാന്റെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ അപ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും, ആലോചിച്ച് നോക്കൂ. ഈ ബന്ധങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ബന്ധനങ്ങളായിട്ട് തീരാം. ഏതെങ്കിലും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ മതി സ്നേഹബന്ധങ്ങൾ, മനുഷ്യൻ്റെ ആ ബന്ധങ്ങളിലേക്ക് ഒരു വിള്ളൽ വരാൻ. എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊരു വിള്ളൽ വരാൻ ഒരു വാക്കോ ഒന്നും ചെയ്യണ്ട. നമ്മൾ പറഞ്ഞ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ മറ്റവർക്ക് തോന്നുന്നത് എനിക്ക് ദോഷമായിട്ടാണ്, എന്നെ വിപരീതമായിട്ടാണെന്ന് ചിന്തിച്ചാലെങ്കിലും മതി. അവിടെ തീർന്നു ബന്ധങ്ങളുടെ കഥ. അപ്പോൾ ഈശ്വരനാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള ബന്ധു, ഏകബന്ധു ഈശ്വരനാണ്. അപ്പോൾ ആ ഭഗവാന് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ ഒരു പങ്ക് സന്തോഷത്തോടു കൂടിയിട്ട് കൊടുക്കണമല്ലോ ഈശ്വര എന്ന് വിചാരിച്ചിട്ടല്ല, സന്തോഷത്തോടു കൂടിയിട്ട് സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പിന്നെ ഏറ്റവും വലിയ സമർപ്പണം
എന്ന് പറയണത് ഇനിയിപ്പോൾ ഒന്നുമില്ലാണ്ട് എങ്ങനെ സപ്താഹത്തിന് കൊടുക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ലാണ്ട് ഇപ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വിചാരിക്കേണ്ട. ഏറ്റവും വലിയ സമർപ്പണം മനസ്സാണ്. ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, ഒരു ദിവസമെങ്കിലും വന്നിരുന്ന് പൂർണ്ണമായിട്ട് ഇവിടെ ഒരു മഹായജ്ഞം നടക്കുകയാണ്. ആ യജ്ഞത്തിലിരുന്ന് അത് കേട്ട് നമസ്കരിച്ച് പോവാനെങ്കിലും സാധിക്കും. ഒന്നും തരാനില്ലെങ്കിൽ അതെങ്കിലും ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കണം. അതിന് സാധിക്കട്ടെ. എല്ലാവരും ആ സപ്താഹത്തിൽ പങ്കെടുക്കുക. ഓരോരുത്തരുടെയും ഗൃഹത്തിലേക്കാണ് ഭഗവാൻ വരിക. ഒരു ദിവസം വന്ന് ചിലപ്പോൾ 10 ദിവസം 8 ദിവസം അവിടെ വന്നിരുന്ന് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇത് ശ്രദ്ധിക്കാതെ കണ്ടിരുന്നു എന്ന് വിചാരിച്ചാലും വേണ്ടില്ല, ഇവിടെയല്ലേ ഇരിക്കണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇടത്തരികത്ത് ആ അമ്മയുടെ അടുത്ത് പോയി നിന്നു. അവിടെ മഞ്ഞളും കുങ്കുമൊക്കെ ഇങ്ങനെ വാരി വെതറി. കുറേ ആൾക്കാർ അത്രയൊന്നും വിചാരിച്ചിട്ടില്ല, കുറേ ഫോട്ടോഗ്രാഫർമാർ വന്നിട്ടുണ്ടായി അവിടെ. അതിൽ അവർ ഈ ഫോട്ടോ എടുക്കണം, ഏറ്റവും നല്ല ഫോട്ടോ ഞാനിടണം, എനിക്ക് എൻ്റെ ദിനമാവണം ഏറ്റവും കൂടുതൽ, അങ്ങനെ വിചാരിച്ച് വന്നവരും ഉണ്ട് അവിടെ. പക്ഷേ ഈ മഞ്ഞൾ എറിഞ്ഞപ്പോൾ ഈ മഞ്ഞൾപ്പൊടി വന്ന് അല്ലെങ്കിൽ ആ കുങ്കുമത്തിൻ്റെ പൊടി വന്ന് അവരുടെ തലയിലും വീണു. അവർക്കും അനുഗ്രഹം കിട്ടി. എന്തിനാ വന്നേ? ആ ഒരു ഭക്തിഭാവത്തോട് കൂടിയിട്ടല്ല വന്നേന്നുണ്ടെങ്കിലും വന്നത് എവിടേക്കാ? ദേവിയുടെ ഏറ്റവും നല്ല ഭാവത്തിനെ പകർത്തണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ലേ. അപ്പോൾ അവർക്കും അനുഗ്രഹം കിട്ടി. അതുപോലെ ഇവിടെ ഒന്നും മനസ്സിലായില്ല, അത് കാരണം വന്നില്ല, സംസ്കൃതമല്ലേ, അങ്ങനെയൊന്നും പറയണ്ട. വെറുതെ എവിടെയെങ്കിലും ഇരുന്നാൽ മതി. ഇവിടെ ഇരിക്കുന്ന ഉറുമ്പുകൾക്ക് പുഴുക്കൾക്ക് വരെ അത് കേട്ടിട്ട് അനുഗ്രഹം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന് കിട്ടാതിരിക്കുമോ? അത് കൊതിയോടുകൂടി കേട്ട് നിൽക്കണം മനുഷ്യന്. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. ആ ബുദ്ധി പോലും ചിന്തിക്കാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ജന്മം. ഇപ്പോൾ പല ജന്മത്തിലും നമ്മൾ കേൾക്കാം. ഇപ്പോൾ ജഡഭരതൻ്റെ ഒരു കഥ കേൾക്കുന്നുണ്ട്. അതിൽ പറയും, ആദ്യം മനുഷ്യനായിട്ട് ഇരുന്നിട്ടാണ് ഭഗവാനെ പറ്റി, പിന്നെ ആ ഭഗവാനെ മറന്നുപോയി. പിന്നെ ഒരു മാനിനെ പറ്റി ചിന്തിച്ചപ്പോൾ മാനായിട്ട് ജനിച്ചു. പക്ഷേ ആ മാനിൻ്റെ ശരീരത്തിലിരിക്കുമ്പോഴും ചിന്ത മുഴുവൻ ആ ഭഗവാനെക്കുറിച്ചിട്ടായിരുന്നു. താൻ ചെയ്ത തെറ്റിനെ പറ്റിയിട്ട് ആലോചിച്ച് അത്രയും പശ്ചാത്തപിച്ചുകൊണ്ട് ഈശ്വരനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത ജന്മം വീണ്ടും അദ്ദേഹത്തിന് മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിച്ചു. അത് സർവസംഘപരിത്യാഗിയായ മഹാത്മാവായിട്ടുള്ള ആ ഭരത മഹാരാജാവായിട്ട്, ഭരതൻ എന്ന് പഴയ പേരാണ്, അത് അദ്ദേഹത്തിൻ്റെ പേരൊന്നുമില്ല ഇതിൽ. ജഡഭരതൻ എന്ന് പറയും. ആരോടും മിണ്ടൂല്ല, സംസാരിക്കില്ല. എന്ത് കഞ്ഞിയൊക്കെ കൊടുത്ത്, പശുവിനൊക്കെ കൊടുത്ത് കാടിവെള്ളം ബാക്കി വന്നിട്ട് കളയണ്ടാഞ്ച് കൊടുത്താൽ അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുടിച്ചോളാൻ പറഞ്ഞാലും കുടിക്കും. നല്ല ആഹാരം കൊടുത്താലും കഴിക്കും. എവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും. അങ്ങനെ മന്ദബുദ്ധിയെ പോലെ ആണ് അദ്ദേഹം നടന്നത്. പക്ഷേ ആ ശരീരബോധം ഇല്ലാത്തത് കൊണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാവുന്നത്. ഇതൊക്കെ ഭാഗവതത്തിലുള്ള കഥയാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് അവിടെ വന്നിരുന്ന് കേൾക്കണം. ഇത്തവണ ഭാഗവത സപ്താഹത്തിന് നമ്മുടെ അടുത്തേക്ക് വരുന്നത് മണിവർണ്ണൻ തിരുമേനിയാണ്. കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. സ്വദേശം അവിടെയാണ്. പുല്ലൂർമണ്ണ മണിവർണ്ണൻ എന്നാണ് അദ്ദേഹം. ചെറിയ കാലം തൊട്ടിട്ട് 10-12 വയസ്സൊക്കെ തൊട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ പറഞ്ഞിട്ട് അത്രയും കാലം തൊട്ടിട്ട് ഭാഗവതോപാസന തുടങ്ങിയ ആളാണ്. അദ്ദേഹത്തിന് നിത്യവും ഭാഗവതോപാസനയാണ്. അതായത് ഒരു സപ്താഹം ഇവിടെ നിന്ന് അവസാനിപ്പിച്ചാൽ പിന്നെ അടുത്ത ദിവസം മഹാത്മ്യമാണ്. അന്ന് തന്നെ അവിടെ പോവും. അങ്ങനെ 1-2 ദിവസമൊക്കെ ഗൃഹത്തിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ അദ്ദേഹത്തിന് സങ്കടമാണ്. ഇനി 2 ദിവസം ഗൃഹാന്തകോപത്തിൽ കിടക്കുക. അത്രയും ആ ഭാഗവതത്തിനെ പിരിയാൻ വയ്യ. അദ്ദേഹം അത്രയും ആസ്വദിക്കണം, അത്രയും ഭഗവാനിൽ ആസ്വദിക്കണം. അങ്ങനെയുള്ള മഹാത്മാവാണ്. ധാരാളം അദ്ദേഹത്തിൻ്റെ സപ്താഹങ്ങൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ മുല്ലോർലി തേവര് അദ്ദേഹം ഒരു തവണയേ ഇവിടെ വന്നുള്ളൂ. അപ്പോൾ തേവര് നിശ്ചയിച്ചു ഇദ്ദേഹം മതിയെന്ന്. കാരണം നമ്മുടെ ഉള്ളിലൊക്കെ ഭക്തിയാണ് വേണ്ടതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആദ്യം ഭഗവാനിൽ പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്നിട്ടാവാന്ന്. അപ്പോൾ ആ പ്രേമഭക്തി പകരാൻ അദ്ദേഹത്തിലും മീതെ ഒരാളില്ല. ആദ്യം ശ്രീഹരിയെ തന്നെ ഗുരുവായൂരപ്പൻ കൊണ്ടുവന്നു തന്നു നമുക്ക്. അദ്ദേഹം വന്നു, നമുക്ക് ഏകദേശമൊക്കെ ഒരു വിവരം മനസ്സിലാക്കി തന്നു. അപ്പോൾ അത് കേട്ടിട്ടും ഗുരുവായൂരപ്പന് തോന്നി വേണ്ട. മുല്ലോർലി തേവർക്ക് തോന്നി മുല്ലോർലി തേവരൊക്കെ ഒന്ന് തന്നെ.
വേണ്ട പോലെ ഒരു ഭക്തിഭാവമല്ലേ എന്നൊരു സംശയം. അപ്പോൾ അത് ആ ഭക്തിയെ വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം വരണു. അപ്പം എല്ലാവരും ഈ കിട്ടിയ ഒരു അവസരം പാഴാക്കാണ്ട് വേണ്ടതുപോലെ അത് വിനിയോഗിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഉത്സവം അതിൻ്റെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വൈകുന്നേരം പറ്റുന്നു എന്നാണ്. ബുധനാഴ്ച രാവിലെ സമയം ഉണ്ടാവും. എപ്പോഴാണെന്നുള്ളത് അറിഞ്ഞിട്ട് അതൊന്ന് ചോദിക്കുക. രാവിലെ ഇല്ല, രാധേശ്യാം. എപ്പോഴാണ് നാമജപത്തിന്? എപ്പോഴാണ്? ദീപാരാധനയുടെ സമയത്ത് അല്ലേ? ആ സമയത്ത് നമുക്ക് ദീപാരാധനയുടെ സമയത്ത് നടടച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും വന്ന് നാമം ജപിക്കാം. കാരണം ഇത്രയും ദിവസം കൂടി ഇരുന്ന് നാമം ജപിച്ചിട്ട് ഭഗവാന്റെ പ്രതിഷ്ഠാദിനത്തിന് നാമം ജപിക്കാൻ നമുക്ക് പറ്റിയില്ല എന്ന് വെച്ചാൽ അത് നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ ഭഗവാൻ അതിനൊരവസരം തരും. ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് അനുഭവം ഉള്ളതല്ലേ. അത് ഭഗവാനായ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം ഒരുക്കി തരും. അപ്പോൾ ആ 3 ദിവസവും നമുക്ക് നാമം ജപിക്കാനായിട്ട് സാധിക്കണേ എന്നുള്ള കൊതി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. പിന്നെ വേണ്ടതുപോലെ ആവട്ടെ. 14, 15, 16 തിങ്കളും ചൊവ്വയും ബുധനുമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചൊവ്വാഴ്ച എന്തായാലും ദീപാരാധന ഉണ്ട് ചുറ്റുകൾക്ക്. ആ ദീപാരാധന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉറക്കെ ഇരുന്ന് നാമം അവിടെ നടയിൽ നിന്ന് നാമം ജപിക്കാം. എന്തായാലും ആ 3 ദിവസം നമുക്ക് നാമം ജപിക്കാൻ അവസരം തരണേന്ന് തേവരോട് പ്രാർത്ഥിക്കാം. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വരമംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.